തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ നമ്മളോടൊപ്പം തിയോഫിൻ കൂടി ചേരുകയാണ്. തൃശ്ശൂരിലും ഉഷ്ണതരംഗ സാധ്യത എന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഇന്നും ഉള്ളത്. ഈ ഓറഞ്ച് അലർട്ടിന്റെ പരിധിയിൽ ഈ പറയുന്ന പ്രദേശങ്ങളൊക്കെ പെടുന്നുണ്ട്. രാത്രിയിൽ ജില്ലയിൽ വലിയ ചൂട് അനുഭവപ്പെട്ടു. ഒപ്പം തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ, കയ്പമംഗലം മേഖലകളിൽ തിരമാലകൾ കരയിലേക്ക് ശക്തിയായി അടിച്ചു കയറിയ ഒരു സാഹചര്യം കൂടി തൃശ്ശൂരിലുണ്ട്. തിയോഫിൻ, രണ്ട് പ്രധാനപ്പെട്ട വിഷയമാണ് തൃശ്ശൂരിൽ നിന്ന് നമുക്ക് അറിയേണ്ടത്. ഒന്ന്, ചൂടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. മറ്റൊന്ന്, ഈ കള്ളക്കടൽ ചെറിയ പ്രശ്നങ്ങൾ കയ്പമംഗലം, കൊടുങ്ങല്ലൂർ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. മനോ, ഗുഡ് മോർണിംഗ് മനോ. ചൂടിന് എന്തായാലും കുറവൊന്നുമില്ല. ജില്ലാ ഭരണകൂടം നേരത്തെ നൽകിയിരുന്ന മുന്നറിയിപ്പ് താപനിലയിൽ 1 ഡിഗ്രി കൂടി കുറവ് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് 38 ഡിഗ്രി ആണ് പറയുന്നത്. പക്ഷേ ഫലത്തിൽ അതിനേക്കാൾ അധികം താപനില നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വിയർത്തൊഴുകുന്ന അവസ്ഥയാണ്. വെയിൽ അധികം ഉയർന്നിട്ടില്ല. പക്ഷെ അതിനു മുമ്പ് പോലും, അതായത് പുലർച്ചെ മുതൽ തന്നെ പോലും ചൂടുള്ള അവസ്ഥയാണ്. രാത്രിയിൽ നല്ല ചൂട് തന്നെയായിരുന്നു ഇന്നലെയും. കാരണം വലിയ ആശ്വാസമൊന്നും ഇതുവരെ ചൂടിന് ലഭിച്ചിട്ടില്ല. മഴ ലഭിക്കുമെന്ന മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ, ഏതാനും ദിവസങ്ങളിലായി ഉണ്ടായിരുന്നു. പക്ഷെ എവിടെയും കാര്യമായ മഴ ലഭിച്ചിട്ടില്ല. ചെറിയ തോതിൽ ചാറ്റൽ മഴ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഉണ്ടായി എന്നതൊഴിച്ചാൽ ഈ മഴ ജനങ്ങൾക്ക് ആശ്വാസമാകുന്ന, അല്ലെങ്കിൽ ഈ ചൂടിന് ആശ്വാസം തരുന്ന നിലയിലേക്ക് എത്തിയിട്ടില്ല. ഈ ചാറ്റൽ മഴ ഇതിനേക്കാൾ കൂടുതൽ അപകടമാവുകയും ചെയ്തിട്ടുണ്ട്. ചൂട് വർദ്ധിക്കാനുള്ള സാഹചര്യമാണ് എല്ലായിടത്തും ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ചാറ്റൽ മഴ ഉണ്ടാകുന്നത് മൂലം മണ്ണ് നനയുന്നില്ല. പക്ഷേ ഈ മഴ അന്തരീക്ഷത്തിൽ ഈർപ്പത്തിന്റെ തോത് വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഈ ചൂട് സമയത്ത് ഉണ്ടാകുന്ന അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ തോത് അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന താപനില, കൂടുതൽ ചൂട് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാൻ ഇടയാക്കുകയും അതുകൊണ്ട് തന്നെ താപമാപിനിയിൽ രേഖപ്പെടുത്തുന്ന ചൂടിനേക്കാൾ അധികം ചൂട് ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. അതായത് ഇഫക്റ്റീവ് ഹീറ്റ് എന്ന് പറയുന്നത് കൂടുതലാണ്. അത്തരമൊരു അനുഭവം ഇവിടെയുണ്ട്. അതിനിടയിൽ തന്നെയാണ് എന്തായാലും ചൂടിന് കുറവില്ല, മുന്നറിയിപ്പ് തുടരുന്നുമുണ്ട്. ഇതിനിടയിലാണ് കഴിഞ്ഞ രാത്രിയിൽ, അതായത് ഇന്നലെ മുതൽ തന്നെ മുന്നറിയിപ്പുള്ള, അതായത് വെള്ളിയാഴ്ച രാത്രി മുതൽ ഉള്ള മുന്നറിയിപ്പാണ്. അത് ഇന്ന് രാത്രി വരെ തുടരുകയും ചെയ്യും. കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകുന്നതിനാൽ കേരള തീരങ്ങളിൽ ജാഗ്രത വേണമെന്ന് അറിയിച്ചിരുന്നു. ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഇന്നലെ രാത്രി 7 മണിയോടുകൂടി കൊടുങ്ങല്ലൂർ, കയ്പമംഗലം മേഖലകളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തിരമാലകൾ കരയിലേക്ക്, അതായത് വേലിയേറ്റവും ഉണ്ടായി. അതോടൊപ്പം തന്നെ ശക്തിയായി തിരമാലകൾ, ഉയർന്ന തിരമാലകളല്ല എന്നുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. തിരമാലകൾ പതിവിൽ അപ്പുറമായി തിരമാലകൾ കരയിലേക്ക് അടിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും വലിയ പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അത് 1 മണിക്കൂറോളം ഇങ്ങനെ തുടർന്നു. പിന്നീട് വേലിയേറ്റം അല്പം കുറഞ്ഞതിനനുസരിച്ചിട്ട് ചെറിയ ആശ്വാസം ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. തന്നെയുമല്ല, നേരത്തെ തന്നെ അറിയിപ്പ് ഉണ്ടായിരുന്നതിനാൽ വെള്ളിയാഴ്ച വൈകിട്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധന ഉപകരണങ്ങളും വള്ളവും ഒക്കെ ഈ തിര അടിച്ചു കയറാൻ സാധ്യതയുള്ള തീരത്തിൽ നിന്ന് കുറച്ച് ഉൾഭാഗത്തേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. അത്തരത്തിലൊരു സുരക്ഷാ മുൻകരുതലുകൾ മത്സ്യത്തൊഴിലാളികൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ചൂടും ഈ കള്ളക്കടൽ പ്രതിഭാസവും ഇപ്പോഴും ജനങ്ങളെ ആശങ്കയിൽ നിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഭയക്കേണ്ട സാഹചര്യം ഇല്ലെങ്കിൽ കൂടി തിരമാലകൾ ഇനിയും ഇന്ന് രാത്രി 11 മണി വരെയുള്ള സമയത്തിനുള്ളിൽ ഒരുപക്ഷെ ഇനിയും അടുത്ത വേലിയേറ്റത്തിന് ഉയർന്ന തിരമാലകൾ ഉണ്ടായേക്കാം എന്നൊരു മുന്നറിയിപ്പ് നിലനിൽക്കുന്നു. വ്യക്തമാണ് തിയോഫിൻ, വ്യക്തമാണ്. നമുക്ക് നോക്കാം. എന്തായാലും അത്തരത്തിലുള്ള മുന്നറിയിപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ജാഗ്രത എല്ലാവരും പാലിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് തീരപ്രദേശങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ജാഗ്രത എല്ലാവരും എടുക്കണം. കഴിഞ്ഞ ദിവസം റെഡ് അലർട്ട് ആയിരുന്നു, പക്ഷേ ഇതിപ്പോൾ ഓറഞ്ച് അലർട്ടിലേക്ക് താന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് നമ്മൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. വിനോദസഞ്ചാരങ്ങളൊക്കെ തൽക്കാലം കടലിന്റെ തീരങ്ങളിലേക്ക് ഒഴിവാക്കുക, ബീച്ചുകളിലേക്ക് ഒഴിവാക്കുക എന്ന് തന്നെയാണ് ആ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്.